പാരീസിലെ ലുവറെ മ്യൂസിയത്തിൽ പതിവിലും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ടിക്കറ്റ് കൗണ്ടറിലെ ജീവനക്കാർക്ക് അവരുടെ ജോലിഭാരം ഇത്രയും അധികം വർദ്ധിച്ചതായി മുൻപൊരിക്കലും അനുഭവപ്പെട്ടിരുന്നില്ല. ടിക്കറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയാൻ തുടങ്ങി. അവിടെ പുതുതായി ജോലിക്ക് ചേർന്ന ഒരാൾ ഈ തിരക്കിന് കാരണം എന്താണെന്ന് അവിടെയുണ്ടായിരുന്ന ജീവനക്കാരോട് അന്വേഷിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. മ്യൂസിയത്തിൽ പുതിയ ശില്പങ്ങളും ചിത്രങ്ങളും വന്നിട്ടുണ്ടത്രേ. എന്നാൽ ഈ തിരക്കിനും ബഹളത്തിനും കാരണം 521 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച കലാസൃഷ്ടികളിലൊന്നായി വിലയിരുത്തപ്പെടുന്ന പെയിൻറ്റിംഗാണ് മൊണാലിസ. ഏറ്റവും മികച്ച ചിത്രകാരന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇറ്റാലിയൻ ചിത്രകാരനായ ലിയനാർഡോ ഡാവിഞ്ചിയുടെ കലാസൃഷ്ടി. അദ്ദേഹം വരച്ചതിൽ പ്രാധാന്യമില്ലാത്ത ഒരു ചിത്രമായിരുന്നു മൊണാലിസ. എങ്കിലും പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടാൻ ഡാവിഞ്ചിയുടെ മൊണാലിസയ്ക്ക് കഴിഞ്ഞു. അതിന് കാരണം ലോകത്തെ ഞെട്ടിച്ച ഒരു മോഷണമായിരുന്നു. അതുപോലെ ഡാവിഞ്ചി അതിൽ ഒളിപ്പിച്ചു വച്ച ചില നിഗൂഢ രഹസ്യങ്ങളും. എങ്ങനെയാണ് മൊണാലിസ ലോക പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നായി മാറിയത്? ശരിക്കും ആരാണ് ഈ മൊണാലിസ? ഇനി ഡാവിഞ്ചി തന്നെയാണോ ശരിക്കുള്ള മൊണാലിസ? പാരീസിലെ ലുവറെ മ്യൂസിയത്തിലെ പതിവ് കാഴ്ചകൾക്ക് വിപരീതമായി അന്ന് അവിടെ ഒരു അസാധാരണമായ നിശബ്ദത തളം കെട്ടിക്കിടന്നു. വിലയേറിയതും പ്രശസ്തവുമായ ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ എന്ന ചിത്രം അതിൻ്റെ സുരക്ഷാ കവചം മാത്രം ബാക്കിയാക്കി അപ്രത്യക്ഷമായിരിക്കുന്നു. നേരം പുലർന്നിട്ടും ചിത്രം കാണാത്തത് ആദ്യം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. മ്യൂസിയത്തിലെ ചിത്രങ്ങൾ ഫോട്ടോ എടുക്കാനും മറ്റും ചിലപ്പോൾ മാറ്റിവെക്കാറുണ്ട്. അങ്ങനെയാകുമെന്നാണ് ആദ്യം സെക്യൂരിറ്റി ജീവനക്കാർ കരുതിയത്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മൊണാലിസയുടെ മടക്കയാത്ര ഉണ്ടായില്ല. സന്ദർശകർ മൊണാലിസയെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മ്യൂസിയം അധികൃതർ പോലും ആ കാര്യം മനസ്സിലാക്കിയത്. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മൊണാലിസയെ ആരോ മോഷ്ടിച്ചിരിക്കുന്നു. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഫ്രാൻസിനും ലോകത്തിനും അതൊരു വലിയ ആഘാതമായിരുന്നു. പത്രങ്ങളിൽ 1-ാം പേജിൽ ഈ വാർത്ത നിറഞ്ഞു. ലുവറെ മ്യൂസിയം ദിവസങ്ങളോളം അടച്ചിടേണ്ടി വന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ലോകമെമ്പാടുമുള്ള പോലീസ് സേനകൾ ചിത്രത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങി. പോലീസ് ലുവറെ മ്യൂസിയത്തിലെ ഓരോ ജീവനക്കാരെയും ചോദ്യം ചെയ്തു. പ്രശസ്ത ചിത്രകാരനായ പാബ്ലോ പിക്കാസോയെ പോലും മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസിനെ ചോദ്യം ചെയ്യേണ്ടി വന്നു. പല കലാകാരന്മാരും അറസ്റ്റിലായി. പക്ഷേ ചിത്രത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. പോലീസിൻ്റെ കഴിവുകേടിനെക്കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നു. അന്വേഷണം എങ്ങുമെത്താതെ നീണ്ടുപോയി. പാരീസിലെ പോലീസ് അധികാരി നാണക്കേടിനാൽ സ്വന്തം സ്ഥാനം വരെ രാജിവെച്ചു. 2 വർഷത്തോളം ലോകം മൊണാലിസയെ തിരയുമ്പോൾ അത് എവിടെയാണെന്നോ ആരുടെ കയ്യിലാണെന്നോ ഒരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. അധികാരികൾ വലിയ സമ്മാനത്തുക തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ടും മൊണാലിസയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നാൽ ആരുമറിയാതെ ലുവറെ മ്യൂസിയത്തിലെ ഒരു കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു സാധാരണക്കാരൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു പെട്ടിക്കുള്ളിൽ ആ നിഗൂഢ പുഞ്ചിരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അയാളുടെ പേര് വിൻസെൻസോ പെർഗിയ. ഇറ്റാലിയൻ കുടിയേറ്റക്കാരനും മ്യൂസിയത്തിലെ മുൻ ജീവനക്കാരനുമായിരുന്നു അയാൾ. മൊണാലിസയ്ക്ക് സംരക്ഷണ കവചം നിർമ്മിക്കാൻ സഹായിച്ചതും ഇയാളായിരുന്നു. 1911 ഓഗസ്റ്റ് 20 ഞായറാഴ്ച മ്യൂസിയം അടച്ചതിന് ശേഷം പെറുജിയ ഒരു സ്റ്റോറേജ് ക്ലോസറ്റിൽ ഒളിച്ചിരുന്നു. അടുത്ത ദിവസം രാവിലെ മ്യൂസിയം അടച്ചിരുന്ന സമയത്ത് പെറുജിയ വളരെ ശാന്തമായി ചിത്രം അതിൻ്റെ ഫ്രെയിമിൽ നിന്നും ഊരിയെടുത്ത് മൊണാലിസയെ ഒരു വെള്ള ഓവർകോട്ടിൽ പൊതിഞ്ഞു. സർവീസ് ചെയർകേസിലൂടെ ആരുമറിയാതെ പുറത്തേക്ക് കടന്നു. മ്യൂസിയത്തിൻ്റെ അകത്തളത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് പെറുജിയയ്ക്ക് തുണയായി. 2 വർഷത്തോളം ചിത്രം സ്വന്തം അപ്പാർട്ട്മെൻറ്റിൽ ഒളിപ്പിച്ചു വെച്ച ശേഷം പെറുജിയയുടെ ക്ഷമകെട്ടു. ഇറ്റാലിയൻ പത്രത്തിൽ പഴയ വസ്തുക്കൾ വാങ്ങുന്ന ഡീലർമാരുടെ പരസ്യം കണ്ടതോടെ അയാൾ ചിത്രം ഇറ്റലിയിലേക്ക് കൊണ്ടുപോയി. ഫ്ലോറൻസിലെ ഒരു ആർട്ട് ഗാലറി ഉടമയായ
ആൽഫ്രെഡോ ഗെരിയയുമായി അയാൾ ബന്ധപ്പെട്ടു. ലിയാനാർഡോ വി എന്ന വ്യാജ പേരിലാണ് അയാൾ ഗെരിയെ സമീപിച്ചത്. മൊണാലിസ ഇറ്റലിക്ക് അവകാശപ്പെട്ടതാണെന്നും അത് തിരികെ രാജ്യത്ത് എത്തിക്കുകയാണെന്നും പറഞ്ഞാണ് പെറുജിയ ഗെരിയെ സമീപിച്ചത്. ചിത്രം കണ്ടപ്പോൾ ഗെരിയ ഞെട്ടിപ്പോയി. ഉടൻ തന്നെ അയാൾ UFC ഡയറക്ടർ ജിയോവാനി പേജിയെ വിവരമറിയിച്ചു. ഇരുവരും ചിത്രത്തിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തിയ ശേഷം പോലീസിനെ വിവരമറിയിച്ചു. 1913 ഡിസംബർ 11 വിൻസെൻസോ പെറുജിയയെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യസ്നേഹപരമായ കാരണങ്ങളാലാണ് താൻ ഇത് ചെയ്തതെന്നും പെറുജിയ കോടതിയിൽ വാദിച്ചു. കോടതി ഭാഗികമായി ഇത് അംഗീകരിക്കുകയും അയാൾക്ക് ലഘുവായ ശിക്ഷ നൽകുകയും ചെയ്തു. 1 വർഷവും 15 ദിവസവുമായിരുന്നു ശിക്ഷ. എന്നാൽ അപ്പീലിൽ അത് 7 മാസമായി കുറഞ്ഞു. ഇറ്റലിയിൽ അയാളെ ഒരു ദേശസ്നേഹിയായി വാഴ്ത്തി. മൊണാലിസയുടെ മോഷണം ഒരു വലിയ ദുരന്തമായിരുന്നെങ്കിലും അത് ചിത്രത്തിന് ലോകമെമ്പാടുമുള്ള പ്രശസ്തി വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. മോഷണത്തിന് മുമ്പ് അത്ര ശ്രദ്ധിക്കപ്പെടാതിരുന്ന മൊണാലിസ ഈ സംഭവത്തോടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രമായി മാറി. ഈ കാരണത്താൽ തന്നെ മ്യൂസിയം അധികാരികൾ മൊണാലിസയെ വയ്ക്കാൻ ഒരു ഭിത്തി തന്നെ മാറ്റിവെച്ചു. സുരക്ഷിതമായ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിനുള്ളിൽ നിഗൂഢമായ ആ പുഞ്ചിരി വീണ്ടും ലൂവ്രെ മ്യൂസിയത്തിലെ ചുവരിലിരുന്ന് ചിരിച്ചു. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ബ്രഷിൻ്റെ ഓരോ ചലനത്തിലും ഒരു നിഗൂഢത ഒളിഞ്ഞിരുന്നു. 1503 1506 ഇടയിൽ വരച്ചതെന്നു കരുതുന്ന ഈ ചിത്രം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അത്രേ. മരണം വരെ ഡാവിഞ്ചി ഈ ചിത്രത്തിൽ മുഴുകിയിരുന്നു. മൊണാലിസ എന്നാണ് ഈ ചിത്രത്തിനെ അറിയപ്പെടുന്നതെങ്കിലും അതിൻ്റെ യഥാർത്ഥ പേര് മൊന്ന ലിസ എന്നാണ്. മൊന്ന എന്നാൽ ഇറ്റാലിയൻ ഭാഷയിൽ മൈ ലേഡി എന്നാണ് അർത്ഥം. മൊന്ന ലിസ എന്ന പേര് കാലക്രമേണ മൊണാലിസയായി മാറി. ലാ ഗിഗാകൊണ്ട എന്ന മറ്റൊരു പേര് കൂടി മൊണാലിസയ്ക്കുണ്ട്. ഫ്ലോറൻസയിലെ വ്യാപാരി ഫ്രാൻസിസ്കോ ദിൽ ഗിഗാകൊണ്ടയുടെ ഭാര്യ ലിസ ഗെറാഡിനി ആയിരുന്നു അതെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ലാ ഗിഗാകൊണ്ട എന്ന പേരും ചിത്രത്തിന് വന്നത്. ഈ ചിത്രത്തിൻ്റെ മോഡലിനെ കുറിച്ചുള്ള വിഷയത്തിൽ പല ചർച്ചയിലും പലതരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഡാവിഞ്ചിയുടെ സഹായിയായ ഒരു ചെറുപ്പക്കാരനെ മോഡലാക്കി വച്ച് ഒരു സ്ത്രീ രൂപത്തിൽ വരച്ചതെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണവും കുറവല്ല. എന്നാൽ ചിലർ അടക്കം പറയുന്നത് ഡാവിഞ്ചിയുടെ തന്നെ സ്വയം ഛായാചിത്രമായിരുന്നുവെന്നാണ്. ഇരുണ്ട ഇടനാഴികളിൽ അടക്കം പറയുന്ന ഈ കഥകൾക്കും ഇന്നും വ്യക്തമായ ഉത്തരമില്ല. മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരിയാണ് എല്ലാവരെയും ആകർഷിച്ചത്. അത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. സ്റ്റുമാറ്റോ എന്ന രഹസ്യവിദ്യ ഉപയോഗിച്ചാണ് ഡാവിഞ്ചി ആ പുഞ്ചിരിക്ക് ജീവൻ നൽകിയത്. പുക എന്ന അർത്ഥം വരുന്ന ഈ വാക്ക് നിറങ്ങളെയും നിഴലുകളെയും നേർത്ത പാളിയാക്കി സംയോജിപ്പിച്ച് അവ്യക്തവും മയവുമായ ഒരു പ്രതീതി സൃഷ്ടിച്ചു. നിങ്ങൾ എവിടെ നിന്ന് നോക്കുന്നു എന്നനുസരിച്ച് ആ പുഞ്ചിരിയും മാറും. അടുത്തു നിന്ന് നോക്കുമ്പോൾ അത് മാഞ്ഞു പോകും. എന്നാൽ അകലെ നിന്ന് നോക്കുമ്പോൾ അവൾ നിങ്ങളെ നോക്കി ചിരിക്കും. ഒരു ചിരിയോടെയാണ് നമ്മൾ ആ ചിത്രത്തെ നോക്കുന്നതെങ്കിൽ ആ ചിത്രവും ചിരിക്കുന്നത് പോലെയാണ് നമ്മൾ കാണുക. എന്നാൽ വിഷമത്തോടെയാണ് ആ ചിത്രത്തെ നോക്കുന്നതെങ്കിൽ ആ മുഖവും വിഷമിച്ചിരിക്കുന്നത് കാണാം. ഈ മായാജാലം കാലങ്ങളായി കലാസ്വാദകരെ അത്ഭുതപ്പെടുത്തുന്നു. ആ ചിത്രത്തിൽ മറ്റൊരു വിചിത്രമായ കാര്യം കൂടിയുണ്ടായിരുന്നു. മൊണാലിസയ്ക്ക് പിരികങ്ങളോ കൺപീലികളോ ഇല്ല. ഇത് ലിയനാർഡോ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ അതോ കാലപ്പഴക്കത്തിൽ മാഞ്ഞുപോയതാണോ? ഇതും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. യഥാർത്ഥ ചിത്രം കാണാൻ സാധിക്കുന്ന ചിത്രത്തിൻ്റെ അടിയിലാണ്. ഡാവിഞ്ചി ആദ്യം വരച്ചത് മറ്റൊരു ചിത്രമാണ്. അതിനെ മറയ്ക്കാൻ വേണ്ടിയാണ് ഡാവിഞ്ചി മൊണാലിസയെ വരച്ചത്. ആ ചിത്രം കണ്ടുപിടിക്കാനുള്ള ശ്രമം എന്നും നടക്കുന്നു. ചില രഹസ്യ കോഡുകളും പാടുകളും മൊണാലിസയിൽ കാണാം. ഡാൻ ബ്രൗൺ എന്ന എഴുത്തുകാരൻ തൻ്റെ ഡാവിഞ്ചി കോഡ് എന്ന പുസ്തകത്തിൽ മൊണാലിസയിലെ കോഡുകളെക്കുറിച്ച് പരാമർശിക്കുന്നു. എന്നാൽ അതിൻ്റെ പേരിൽ അദ്ദേഹം നിരവധി ആരോപണങ്ങൾ നേരിട്ടുവെങ്കിലും പിന്നീട് മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ ആ കോഡുകൾ കാണാൻ സാധിച്ചു. എന്നാൽ അതിൻ്റെ അർത്ഥം ഇന്നും അജ്ഞാതമാണ്.
മൊണാലിസയുടെ യാത്ര ഇവിടെയും തീരുന്നില്ല. വർഷങ്ങളായി അവൾക്ക് നേരെ നിരവധി ആക്രമണങ്ങളുണ്ടായി. 1950കളിൽ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ആസിഡ് ആക്രമണത്തിന് ഇരയായി മൊണാലിസ. പിന്നെയും മൊണാലിസയ്ക്ക് നേരെ ആക്രമണങ്ങളുണ്ടായി. മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്ന ഒരാൾ മൊണാലിസയെ കല്ലെറിഞ്ഞു തകർക്കാൻ ശ്രമിച്ചു. ചായവും കേക്കുമൊക്കെ എറിഞ്ഞും ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിനുള്ളിൽ സുരക്ഷിതമായി മൊണാലിസ ആ പുഞ്ചിരി നിലനിർത്തി. ഒരു കാലത്ത് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കിടപ്പുമുറിയിൽ പോലും ഈ ചിത്രം സ്ഥാനം പിടിച്ചിരുന്നു എന്നറിയുമ്പോൾ മൊണാലിസയുടെ ചരിത്രം എത്രമാത്രം സമ്പന്നമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ആക്രമണങ്ങളും ഓരോ കാലഘട്ടവും മൊണാലിസയുടെ കഥയിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്തു. ഇന്നും ലൂവറെ മ്യൂസിയത്തിലെ ആ നിഗൂഢമായ പുഞ്ചിരിയുമായി മൊണാലിസ ലോകത്തെ നോക്കി നിൽക്കുന്നു. അവൾക്ക് പറയാൻ ഇനിയും എത്രയോ കഥകൾ ബാക്കിയുണ്ടാകാം. നമ്മൾ കണ്ടെത്താൻ ഇനിയും എത്രയോ രഹസ്യങ്ങളും അവൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം. ആ പുഞ്ചിരി മായാതെ ഓരോ തലമുറയെയും അവൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും.